ഒരിടത്ത് ഉയരം കൂടിയ മലകളാൽ ചുറ്റപ്പെട്ട ഒരു വനത്തിൽ ഒരു മുതിർന്ന സന്യാസിയും അദ്ദേഹത്തിന്റെ ചെറുപ്പക്കാരനായ ശിഷ്യനും താമസിച്ചു. ഗുരുവാകട്ടെ ഏറെക്കാലം ധ്യാനത്തിൽ മുഴുകിയിരുന്ന ഒരു ആചാര്യനായിരുന്നു. ചിലപ്പോൾ പകുതി ദിവസമോ മറ്റു ചിലപ്പോൾ മുഴുവൻ ദിവസമോ അദ്ദേഹം ധ്യാനത്തിൽ തന്നെയിരുന്നു. ഇതൊരു സാധാരണ ധ്യാനമായിരുന്നില്ല. അദ്ദേഹത്തിന് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. ഒരു ദിവസം ധ്യാനത്തിലിരിക്കുമ്പോൾ ഗുരു ഒരു കാര്യം കണ്ടു. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ 8 ദിവസത്തിനുള്ളിൽ മരിക്കും. അതും ഒരു ദുരന്തമായിരിക്കും. വലിയ ദുഃഖം തോന്നിയ ഗുരു മരണത്തെ മുന്നിൽ കണ്ട് തന്റെ ശിഷ്യൻ കുടുംബത്തെ ഒന്നു കാണണമെന്ന് തീരുമാനിച്ചു. അദ്ദേഹം ശിഷ്യനെ വിളിച്ചു പറഞ്ഞു, മോനെ, ഞാൻ നിനക്ക് 8 ദിവസത്തെ ലീവ് തരികയാണ്. വീട്ടിൽ പോയി നിന്റെ ആളുകളെ കണ്ടിട്ടുവാ. സത്യമാണോ ഗുരു? ഒരുപാട് നന്ദിയുണ്ട്. ശിഷ്യൻ സന്തോഷത്തോടെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസമായി വീട്ടിൽ പോകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഗുരു മുന്നറിയിപ്പ് നൽകി, 8ാമത്തെ ദിവസം നീ തിരിച്ചെത്തണം. ഞാനിവിടെ കാത്തിരിക്കും. ശിഷ്യൻ യാത്ര പുറപ്പെടാൻ താഴേക്കിറങ്ങി. എന്നാൽ ഗുരുവിന്റെ കണ്ണുകളിലെ ദുഃഖം അവൻ ശ്രദ്ധിച്ചില്ല. മലമ്പ്രദേശത്തെ ചൂടുള്ള കാലാവസ്ഥ, മഴയും ഒഴുക്കുമുള്ള പുഴയരികിലൂടെ ശിഷ്യൻ നടന്നുപോവുകയായിരുന്നു. വഴിയിൽ ഒരു ചെറിയ പുഴയുടെ അടുത്തുള്ള ഉറവിൽ അവൻ വെള്ളം കുടിക്കാൻ നിന്നു. അവിടെയാണ് അവൻ അത് കണ്ടെത്തൊരു വലിയ ഉറുമ്പുകൾ കൂടുകൂട്ടിയിരിക്കുന്ന സ്ഥലം. ആയിരക്കണക്കിന് ചെറിയ ജീവികൾ അതിനകത്തേക്കും പുറത്തേക്കും പോകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് പുഴയിലെ വെള്ളം ഉയരുകയാണ്. ഇങ്ങനെ പോയാൽ ഈ ജീവികളെല്ലാം മുങ്ങിപ്പോകുമല്ലോ. അവൻ പെട്ടെന്നൊരു തീരുമാനമെടുത്തു. തന്റെ വസ്ത്രങ്ങളുപയോഗിച്ച് ഒരു ചെറിയ തടയണയുണ്ടാക്കി ഉറുമ്പുകളുടെ കൂട്ടിനു ചുറ്റുമിട്ടു. വെള്ളം വരുന്നത് തടയാനായി ചെറിയൊരു ചാലുകൂടി അവനുണ്ടാക്കി. തന്റെ കയ്യിലുണ്ടായിരുന്ന കുറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ച് അവൻ ആ ജീവികളെ രക്ഷിച്ചു. ശിഷ്യൻ യാത്ര തുടർന്ന് വീട്ടിലെത്തി. കുടുംബാംഗങ്ങളെ കണ്ടു, സന്തോഷിച്ചു. 8ാം ദിവസം ഗുരുവിന് കൊടുത്ത വാക്ക് അവനോർമ്മ വന്നു. അവൻ തിടുക്കത്തിൽ തിരികെ യാത്ര തുടങ്ങി. അപ്പുറത്ത് ഗുരു ആകാംക്ഷയോടെ വനത്തിലെ വഴികളിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുകയായിരുന്നു. ഇത്രയും സമയമായിട്ടും വന്നില്ലെങ്കിൽ അവൻ മരിച്ചിരിക്കും. അതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. 9ാം ദിവസത്തെ വൈകുന്നേരം ഗുരു വളരെയധികം ദുഃഖിതനായിരുന്നു. അപ്പോഴാണ് ദൂരെ ഒരാൾ നടന്നുവരുന്നത് അദ്ദേഹം കണ്ടത്. അത് മറ്റാരുമല്ല, അദ്ദേഹത്തിന്റെ ശിഷ്യൻ. ഗുരുവിന് സന്തോഷമടയ്ക്കാനായില്ല. നിനക്കെന്താണ് സംഭവിച്ചത്? ഞാൻ ധ്യാനത്തിൽ കണ്ടത് തെറ്റിപ്പോയല്ലോ. ശിഷ്യൻ പതിവുപോലെ ശാന്തമായി നടന്ന കാര്യങ്ങളെല്ലാം ഗുരുവിനോട് പറഞ്ഞു. ഉറുമ്പുകൾക്കുവേണ്ടി താൻ ചെയ്ത കാര്യങ്ങൾ, ആ ചെറിയ ദയയുടെ പ്രവൃത്തി. അത് കേട്ടപ്പോൾ ഗുരുവിന് മനസ്സിലായി, ശിഷ്യന്റെ ആ നിസ്വാർത്ഥമായ പ്രവൃത്തി ആയിരക്കണക്കിന് ജീവനുകൾ രക്ഷിച്ചതിലൂടെ അവന്റെ മരണം പോലും മാറിപ്പോയിരിക്കുന്നു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ നല്ല പ്രവൃത്തികൾക്ക് ജീവിതത്തിൽ കൂടുതൽ കാലവും സന്തോഷവും നൽകാൻ കഴിയും. നാം ചെയ്യുന്ന കാര്യം ചെറുതാണെങ്കിലും അതിൽ നമ്മുടെ ഹൃദയത്തിന്റെ നന്മയുണ്ടായിരിക്കണം. നമ്മുടെ കർമ്മങ്ങൾ ഒരിക്കലും വെറുതെയാകില്ല. അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തും, സ്നേഹത്തിന്റെയും ദുഃഖം ഇല്ലാതാകുന്നതിന്റെയും രൂപത്തിൽ. ഒരാളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മറ്റൊരാളുടെ നന്മയിലൂടെ പ്രകാശപൂരിതമാകാം. ഒരു തുള്ളി നിസ്വാർത്ഥത ഒരു നന്മയായി വന്ന് ഒരു അനുഗ്രഹമായി മാറും. കരുണയുള്ള ഒരു ഹൃദയം ഒരിക്കലും തനിച്ചാകില്ല. അത് നിങ്ങളെ അനുഗ്രഹങ്ങളുടെയും സമാധാനത്തിന്റെയും വഴിയിലേക്ക് നയിക്കും.